afternoon to all. Today I am going to teach compensation management, components of employee remuneration, what are the type of compensation and advantages of maintaining good compensation system. First we start with the meaning of compensation. Compensation has become a more complicated and strategic issue of all companies. To recruit, retain and motivate the best employees, there should be a suitable compensation and reward plan. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു എംപ്ലോയീനെ സെലക്ട് ചെയ്യാൻ, അവരെ റിക്രൂട്ട് ചെയ്യാൻ റീറ്റെയിൻ ചെയ്യാൻ, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? ഗുഡ് കോമ്പൻസേഷൻ സിസ്റ്റം. അതായത് ഓരോ വർക്കിനും ആവശ്യമായിട്ടുള്ള വേജസും സാലറിയും കൊടുത്താൽ മാത്രമേ അവിടെ ഗുഡ് എംപ്ലോയീസ് നമുക്ക് റിക്രൂട്ട് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് പറ്റുള്ളൂ. കോമ്പൻസേഷൻ 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കോമ്പൻസേഷൻ ടു ദി എംപ്ലോയീസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ കൺസിഡറിങ് ദ ഫോളോയിങ് ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ഫാക്ടർ പറയുന്നത് നേച്ചർ ഓഫ് ജോബ് അണ്ടർടേക്കൻ. ഏത് തരത്തിലുള്ള ജോബാണ് അയാൾ അണ്ടർടേക്കൻ ചെയ്യുന്നത്. സെക്കൻഡ്, ദ റിലേറ്റീവ് വാല്യൂ ഓഫ് ദ ജോബ്. ആ ജോബിൻ്റെ എത്രയാണ് വാല്യൂ, അതായത് ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് ആ സെയിം ജോബിന് എത്രയാണ് സാലറി അല്ലെങ്കിൽ വേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. തേർഡ്, ദ റിയലിസ്റ്റിക് വർത്ത് ഓർ എബിലിറ്റി ഓഫ് എൻ എംപ്ലോയി ഇൻ പെർഫോമിങ് ദ ജോബ്. ആ ജോബ് ചെയ്യാനുള്ള എംപ്ലോയിയുടെ എബിലിറ്റി. ഇതാണ് കോമ്പൻസേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഫാക്ടർ നേച്ചർ ഓഫ് ജോബ് അണ്ടർടേക്കൻ. സെക്കൻഡ്, ദ റിലേറ്റീവ് വാല്യൂ ഓഫ് ദ ജോബ്. തേർഡ്, ദ റിയലിസ്റ്റിക് വർത്ത് ഓർ എബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി ഇൻ പെർഫോമിങ് ദ ജോബ്. അപ്പോൾ എന്തിനാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്? പ്രോപ്പറായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ റീറ്റെയിൻ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് എംപ്ലോയി റെമുനറേഷൻ. ബേസിക്കലി there are 2 components of employee remuneration. First component is basic or primary compensation. Second, supplementary compensation. Basic or primary compensation includes basic salary in the form of wages and salary. വേജസും സാലറിയും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന കോമ്പൻസേഷനെയാണ് നമ്മൾ പ്രൈമറി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ബേസിക് ഓർ പ്രൈമറി കോമ്പൻസേഷൻ റെഫേഴ്സ് ടു ബേസിക് സാലറി ഇൻ ദ ഫോം ഓഫ് വേജസ് ആൻഡ് സാലറി. Second, complementary compensation. Many organizations use complementary compensation in addition to base compensation. അതായത് ബേസ് കോമ്പൻസേഷൻ്റെ ഒപ്പം തന്നെ കുറേ ഓർഗനൈസേഷൻസ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻസും കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കൊടുക്കുന്നത്? ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ സപ്ലിമെൻ്ററി അലവൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിയർനെസ് അലവൻസ്, DA. എന്താണ് DA എന്ന് പറഞ്ഞാൽ? ഡിയർനെസ് അലവൻസ് ഈസ് എ കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അലവൻസ് പെയ്ഡ് ടു ദി ഗവൺമെൻറ് എംപ്ലോയീസ്, പബ്ലിക് സെക്ടർ എംപ്ലോയീസ് ആൻഡ് പെൻഷനർ ഇൻ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. ഇന്ത്യയിലും പാകിസ്ഥാനിലെയും ആൾക്കാർക്ക് പബ്ലിക് സെക്ടർ എംപ്ലോയീസിന് അല്ലെങ്കിൽ പെൻഷനേഴ്സിന് ഗവൺമെൻറ് എംപ്ലോയീസിന് കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റിന് കൊടുക്കുന്ന അലവൻസിനെയാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ഡിയർനെസ് അലവൻസ് ഈസ് എ കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അലവൻസ് പെയ്ഡ് ടു ദി ഗവൺമെൻറ് എംപ്ലോയീസ്, പബ്ലിക് സെക്ടർ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഇൻ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. അപ്പോൾ ഡിയർനെസ് അലവൻസ് കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അലവൻസ് ആണ്. ഇത് കൊടുക്കുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിന്, പബ്ലിക് സെക്ടർ എംപ്ലോയീസിന്, അങ്ങനെയുള്ളവർക്കാണ് ഈ DA പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ പ്ലാനിങ് ഓർ മാനേജ്മെൻറ്റ്. ഈ കോമ്പൻസേഷൻ്റെ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ്, ഇൻറ്റേർണൽ ഇക്വിറ്റി. ദിസ് എൻഷ്യൂർസ് ദാറ്റ് മോർ ഡിഫിക്കൽട്ട് ജോബ്സ് ആർ പെയ്ഡ് മോർ. അതായത് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് കൂടുതൽ മെൻ്റൽ സ്ട്രെയിൻ അങ്ങനെയൊക്കെ ആവശ്യമായിട്ടുള്ള ജോബിന് കൂടുതൽ എന്ത് കൊടുക്കാം? സാലറി പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ്, എക്സ്റ്റേണൽ ഇക്വിറ്റി. ദിസ് എൻഷ്യൂർസ് ദാറ്റ്
job are fairly compensated in compensation with similar jobs in the labor market. അതായത് ബാക്കിയുള്ള ഓർഗനൈസേഷനിൽ എത്രയാണോ കോമ്പൻസേഷൻ ആ സെയിം ജോബിന് കൊടുക്കുന്നത് ആ ലെവലിൽ തന്നെയുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം നമ്മുടെ ഓർഗനൈസേഷൻസും. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ഇക്വാലിറ്റി. The important objective are sought to be achieved through effective compensation management. അതായത് ഇൻഡിവിജ്വൽ ഇക്വാലിറ്റി, അതായത് ഇപ്പോൾ സെയിം ജോബിലുള്ളവർക്ക് സെയിം റേറ്റ് ഓഫ് റെമുനറേഷൻ, അതായത് കോമ്പൻസേഷൻ പേയ്മെൻറ്റ് ചെയ്താം. അതായത് ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഫിനാൻസ് സെക്ഷനിലുള്ളവർക്ക് ഒരേ സാലറി, HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് ഒരേ സാലറി, അങ്ങനെ അതാണ് ഇൻഡിവിജ്വൽ ഇക്വാലിറ്റി. Next, the important objective that are sought to be achieved through effective compensation management. First point, to attract competent employees. Competent ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. സെക്കൻഡ്, ടു റീറ്റെയിൻ ദ സർവീസ് ഓഫ് ഡിസൈറബിൾ എംപ്ലോയീസ്. അതായത് ഡിസേബിൾ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ സർവീസ് റീറ്റെയിൻ ചെയ്യാൻ. അതിപ്പോൾ നമ്മൾ പറഞ്ഞു, ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ റീറ്റെയിൻ ചെയ്യാനായിട്ട്, അവരെ നിലനിർത്താനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഗുഡ് കോമ്പൻസേഷൻ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യണം. തേർഡ്, ടു എസ്റ്റാബ്ലിഷ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ റെമുനറേഷൻ. നമ്മൾ പറഞ്ഞില്ലേ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, നമ്മൾ പറഞ്ഞു അതായത് സെയിം ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സെയിം സാലറി തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എംപ്ലോയീസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഫോർത്ത്, ഫ്ലെക്സിബിലിറ്റി. ദ വേജ് ആൻഡ് സാലറി സ്ട്രക്ചർ ഷുഡ് ബി ഫ്ലെക്സിബിൾ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ബാക്കി ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നാൽ അതേപോലെ ചേഞ്ചസ് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ രീതിയിൽ നമ്മുടെ വേജ് ആൻഡ് സാലറി സ്ട്രക്ചർ എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം. നെക്സ്റ്റ്, ലിങ്ക് വിത്ത് പ്രൊഡക്ടിവിറ്റി. ദ വേജ് സിസ്റ്റം ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് കൂടുതൽ വേജ് കൊടുക്കുക, കുറയുന്നതനുസരിച്ച് അതനുസരിച്ച് കൊടുക്കുക. അതാണ് ലിങ്ക് വിത്ത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സിക്സ്ത്, മോട്ടിവേഷൻ. എ ഗുഡ് വേജ് സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ടു വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ. അതായത് നല്ല വേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ വർക്കേഴ്സ് അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊണ്ടുവരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് പറയുന്നത് മോട്ടിവേഷൻ. എ ഗുഡ് വേജ് സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് ആൻഡ് ഇൻസെൻറ്റീവ് ടു വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ. കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഗുഡ് വേജ് സിസ്റ്റം വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, വേജ് സിസ്റ്റം. വേജസ് ആർ ഫിക്സഡ് ആസ് പെർ ദ ടൈം സ്പെൻഡ് ബൈ ദി വർക്കർ ഇൻ ദ ഫാക്ടറി ആസ് പെർ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ബൈ ദം. അതായത് വേജസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആ എംപ്ലോയി ഓർഗനൈസേഷനിൽ എത്ര ടൈം വർക്ക് ചെയ്തു അല്ലെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ ബേസിലാണ്. വേജസ് ആർ ഫിക്സഡ് ആസ് പെർ ദ ടൈം സ്പെൻഡ് ബൈ ദി വർക്കർ ഇൻ ദ ഫാക്ടറി ആസ് പെർ ദ നമ്പർ ഓഫ് യൂണിറ്റ്. എത്ര സമയം സ്പെൻഡ് ചെയ്തു, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ബേസിലാണ് വേജ് സിസ്റ്റം ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേജ് സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ്, എബിലിറ്റി ടു പേ. സെക്കൻഡ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. തേർഡ്, കോസ്റ്റ് ഓഫ് ലിവിങ്. ഫോർത്ത്, വേജസ് പെയ്ഡ് ബൈ അതർ ഫേംസ്. ഫിഫ്ത്ത്, ലേബർ പ്രൊഡക്ടിവിറ്റി. സിക്സ്ത്, ബാർഗെയിൻ പവർ. സെവൻത്ത്, ഗവൺമെൻറ് പോളിസി. എയ്ത്ത്, ജോബ് റിക്വയർമെൻറ്റ്. ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസിങ് ദ വേജ് സിസ്റ്റം. നെക്സ്റ്റ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ്, ഇൻറ്റേർണൽ ഇക്വിറ്റി. എന്തൊക്കെയാണ് ഒരു നല്ല കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ്, ഇൻറ്റേർണൽ ഇക്വിറ്റി. Internal equity simply means to establish proper relationship between different jobs within the company. കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഡിഫറൻസ് ജോബിന് ഇൻറ്റേർണൽ ഇക്വിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞു, അതായത് ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് സെയിം സാലറി, ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് സെയിം സാലറി, അങ്ങനെ ഇൻറ്റേർണൽ ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാലറി ഹെൽപ്പ് ചെയ്യും. Internal equity simply means to establish proper relationship between different jobs within the company. Second, external equity. External equity implies that pay given for a job should be equal to the pay for similar job in other organization. ഒരു ഓർഗനൈസേഷനിലെ വേറെ ജോബ്സിൻ്റെ അതേ സാലറി തന്നെ പ്രൊവൈഡ് ചെയ്യുക, അതാണ് എക്സ്റ്റേണൽ ഇക്വിറ്റിയിൽ പറയുന്നത്. തേർഡ് പോയിന്റ്, മെയിൻറ്റെയിൻ റിയൽ വേജസ്. അതായത് എ വേജ് സ്ട്രക്ചർ ഷുഡ് എയിം ടു ന്യൂട്രലൈസ് ദ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ലിവിങ്.
അതായത് എപ്പോഴും വേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ചേഞ്ചസ് വരുത്തണം. അതായത് ഇപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങിലോ അല്ലെങ്കിൽ ബാക്കി ഓർഗനൈസേഷൻസോ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വേജ് സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് പറ്റണം. അതാണ് മെയിൻറ്റെയിൻ റിയൽ വേജസ്. എ സൗണ്ട് വേജ് സ്ട്രക്ചർ ഷുഡ് എയിം ടു ന്യൂട്രലൈസ് ദ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ലിവിങ്. Next, method of wage system. There are 3 methods of wage system: time wage system, piece wage system, incentive wage system. First, time wage system. Under this system, worker is paid on the basis of time spent by them on the job. അതായത് ഒരു ജോബിൽ അയാൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തു അതിൻ്റെ ബേസിൽ നമ്മൾ വേജ് ഫിക്സ് ചെയ്യുന്നതാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ദിസ് മെത്തഡ് ഈസ് നോട്ട് ഗീവൺ ഇമ്പോർട്ടൻറ്റ് ടു ദി ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അവരെത്ര ടൈം സ്പെൻഡ് ചെയ്തോ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, മെറിറ്റ് ഓഫ് ദ സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് എളുപ്പമാണ് ഇത് മനസ്സിലാക്കാനായിട്ട്. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. തേർഡ്, ഇറ്റ് ഗേവ്സ് വർക്കർ എ സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി ഫീലിങ്സ് കൊടുക്കാനായിട്ട് പറ്റും. ഫോർത്ത്, ദിസ് പ്രൊട്ടക്റ്റ് വർക്കേഴ്സ് ഫ്രം ഓവർ വർക്ക് ആൻഡ് ഫാറ്റിക്, ഓവർ വർക്കിൽ നിന്നും അതുപോലെ തന്നെ ഫാറ്റിക് കണ്ടീഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. ഫിഫ്ത്ത്, ഇറ്റ് ഹെൽപ്പ് ടു സേവ് ദ മെഷീൻ ഫ്രം ഡാമേജസ്, എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വരുമ്പോൾ ആ ഡാമേജസിൽ നിന്ന് നമ്മുടെ മെഷീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ് ടൈം വേജ് സിസ്റ്റം. അപ്പോൾ മെറിറ്റ് ഓഫ് ടൈം വേജ് സിസ്റ്റം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്. Third, it gives worker a sense of security. Fourth, this protect workers from overwork and fatigue. Fifth, it help to save machine from damages. Then we move to the piece wage system. ടൈം വേജ് സിസ്റ്റത്തിൽ ടൈമിൻ്റെ ബേസിലാണ് വേജസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ പീസ് വേജ് സിസ്റ്റത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ബേസിലാണ് പേയ്മെൻറ്റ് നടത്തുക. അണ്ടർ ദി സിസ്റ്റം വേജസ് ആർ പെയ്ഡ് ടു ദി എംപ്ലോയീസ് ഓൺ ദ ബേസിസ് ഓഫ് ഗുഡ്സ് ദേ പ്രൊഡ്യൂസ് അറ്റ് ഗീവൺ ടൈം. എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ ബേസിലാണ് പീസ് വേജ് സിസ്റ്റത്തിൽ പേയ്മെൻറ്റ് നടത്താം. ഇൻ അതർ വേർഡ്, വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. അതായത് പീസ് റേറ്റ് സിസ്റ്റത്തിൽ എത്ര പീസാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്ര യൂണിറ്റാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മൾ സാലറി പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, മെറിറ്റ് ഓഫ് പീസ് വേജ് സിസ്റ്റം. ഫസ്റ്റ്, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. സിമ്പിളാണ് ഈ മെത്തേഡ്. സെക്കൻഡ് പോയിന്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് ക്യാൻ ബി ഈസിലി, കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് പോയിന്റ്, ലേബേഴ്സ് ടൈ ടു പ്രൊഡ്യൂസ് മോർ ഗുഡ്സ്, ലേബേഴ്സ് കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ്, ഫോർത്ത്, മാനേജ്മെൻറ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ബിറ്റ്വീൻ എഫിഷ്യൻറ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്, എഫിഷ്യൻറ്റ് വർക്കറിന്നും ഇൻഎഫിഷ്യൻറ്റ് വർക്കറിന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡിമെറിറ്റ്സ് ഓഫ് പീസ് വേജ് സിസ്റ്റം. ഫസ്റ്റ്, ദ വർക്കർ ആർ ഓൾവേസ് ട്രൈങ് ടു പ്രൊഡ്യൂസ് മോർ, എപ്പോഴും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനൊന്നും അവർ കൺസിഡർ ചെയ്യില്ല, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ നോക്കുള്ളൂ. സെക്കൻഡ്, ന്യൂ വർക്കേഴ്സ് ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ, അതായത് ഇപ്പോൾ പുതിയതായിട്ട് ജോലിക്ക് കയറുന്ന വർക്കേഴ്സിന് ബാക്കിയുള്ളവർ വർക്ക് ചെയ്യണത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവർക്ക് വേജ് കുറവായിരിക്കും കിട്ടുക. തേർഡ്, മിനിമം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടീസ് അണ്ടർ ദി സിസ്റ്റം, ഈ സിസ്റ്റം അനുസരിച്ച് മിനിമം വേജ് എന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടി കൊടുക്കുന്നില്ല, അവരെത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് അവർക്ക് വേജസ് പ്രൊവൈഡ് ചെയ്യാം. ഫോർത്ത്, ടു എൻഷുർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ബിക്കം നെസസറി, ഈ മെത്തേഡ് അനുസരിച്ച് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യമാണ്. ഫിഫ്ത്ത്, ദ സിസ്റ്റം ഈസ് ഒപ്പോസ്ഡ് ബൈ ലേബർ യൂണിയൻ, ലേബർ യൂണിയൻ ഈ മെത്തേഡ് എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. ഫസ്റ്റ്, ദ വർക്കേഴ്സ് ആർ ഓൾവേസ് ട്രൈങ് ടു പ്രൊഡ്യൂസ് മോർ. സെക്കൻഡ്, ന്യൂ വർക്കേഴ്സ് ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ. തേർഡ്, മിനിമം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടി അണ്ടർ ദി സിസ്റ്റം. ഫോർത്ത്, ടു എൻഷുർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സ്ട്രിക്റ്റ് supervision became a necessity. Fifth, the system is opposed by the labor union. Next, the process of wage determination. Mainly 5 processes are. First, job analysis. Second, job evaluation. Third, wage survey. Fourth, pricing job structure. ഫിഫ്ത്ത്, ഡെവലപ്പിംഗ് വേജ് സിസ്റ്റം. ആദ്യം തന്നെ നമ്മൾ ജോബ് അനാലിസിസ് ചെയ്യാം.
ജോബ് അനാലിസിസ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ജോബ് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ തേർഡ് സ്റ്റേജിൽ വേജസിനെ കുറിച്ചുള്ള സർവേ കണ്ടക്ട് ചെയ്യണം. ഫോർത്ത്, പ്രൈസിങ് ജോബ് സ്ട്രക്ചർ, എത്രയാണ് പ്രൈസ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കാം. ഫിഫ്ത്ത്, ഡെവലപ്പിംഗ് വേജ് സെക്ടർ, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ വേജ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് വേജ് സിസ്റ്റം? സെക്കൻഡ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടൈം വേജ് സിസ്റ്റം? തേർഡ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗുഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്? ഓക്കെ, താങ്ക് യു.